ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ദുബായ് മറീനയിലേക്കാട്ടോ. നമ്മൾ ഓൾറെഡി ക്രൂസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 4 ഫാമിലി ആയിട്ടാണ് പോകുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്ക് സമയം കുറച്ച് ലേറ്റായിപ്പോയി, കുറച്ചധികം ലേറ്റായിപ്പോയി. നമ്മളവിടെ എത്തിയ സമയത്ത് തന്നെ ക്രൂസ് അതിൻ്റെ വഴിക്ക് പോയി. അവർ ഓൾറെഡി 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളാണ് ലേറ്റാക്കിയത്. അങ്ങനെ പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം ഓട്ട മത്സരമൊക്കെ നടത്തി. ഞങ്ങൾ അവിടെ തന്നെ കുറച്ച് നേരം കറങ്ങി. അവിടെ ഒരു കുഞ്ഞി പാർക്ക് ഉണ്ടായിരുന്നു, കുട്ടികളൊക്കെ അതിൽ കളിച്ച് കുറച്ച് നേരം അവിടെ കറങ്ങിയപ്പം ഹസ്ബൻഡും ഫ്രണ്ട്സൊക്കെ പോയി അന്വേഷിച്ച് നോക്കി പ്രൈവറ്റായിട്ട് ക്രൂസ് ഉണ്ടോയെന്ന്. അങ്ങനെ ഒന്ന് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ വിളിച്ച്. അപ്പോൾ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അത് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് നമ്മളെത്തി. നടന്ന് അതിൻ്റെ അടുത്തേക്ക് പോവാട്ടോ. നല്ല മൊഞ്ചുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് താറായി. ഇത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്. സംഭവം ക്രൂസ് ഒന്നല്ല കിട്ടിയത്, ബോട്ടാണോ എന്ന് ചോദിച്ചാൽ ബോട്ടല്ല, എന്താണെന്ന് വെച്ചാൽ അറിയില്ല. അപ്പോൾ ഇതിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതൊരു കുട്ടനാടൻ വൈബാട്ടോ. പിന്നെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് ഇത് ദുബായിയാന്ന് മനസ്സിലാവുന്നത്. പിന്നെ നമ്മളത് പ്രൈവറ്റായിട്ട് എടുത്തത് കൊണ്ട് വേറെ ആരും ഇല്ലായിരുന്നു. പിന്നെ നമുക്കിഷ്ടമുള്ളിടത്തേക്ക് ഇവർ കൊണ്ടുപോയിരുന്നു, നമ്മൾ പറയുന്ന ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കയറി. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഇവർ പെപ്സി ആട്ടോ തന്നെ. അങ്ങനെ അതൊക്കെ കുടിച്ച് ഭയങ്കര മടി. പുറത്തേക്ക് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ദുബായ് ഫുള്ള് നമുക്ക് കാണായിരുന്നു. ശരിക്കും 2 ഹവേഴ്സാണ് ഇതിൽ സ്പെൻഡ് ചെയ്തത്. നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ വേഗം ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. ഫുഡും നല്ലതായിരുന്നു. സാലഡ്സ്, റൈസ്, നഗറ്റ്സ്, കബാബ്, നൂഡിൽസ്, പാസ്ത, അങ്ങനെ എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് പെട്ടെന്ന് തന്നെ കഴിച്ച് നല്ല വിശന്നിട്ടല്ല. ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവർ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് തന്ന് നല്ല പാട്ടൊക്കെ ഇട്ട് പിന്നെ എല്ലാവരും ഗ്രൂപ്പായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തെന്ന് അവർ. അങ്ങനെ 2 ഹവേഴ്സ് നല്ല അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്ത്. ഇറ്റ് വാസ് എ ഗുഡ് നൈറ്റ്. ഇത്രയും കപ്പിൾസാട്ടോ നമ്മൾ പോയത്. ദിസ് ഈസ് മൈ ഹസ്ബൻഡ്. ഇതാണ് നമ്മളെ ഇലാൻ ബേബി. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം നമ്മൾ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി തിരിച്ച് ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് തന്നെ എത്തി. കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ 2 ഫാമിലി തിരിച്ച് അജ്മാനിലേക്കും 2 ഫാമിലി അവിടെ ഹോട്ടലിൽ റൂം എടുത്തതായിരുന്നു, അവരങ്ങോട്ടേക്കും പോയി. അങ്ങനെ ഞങ്ങൾ അജ്മാനിലെത്തി ഒരു കോഫിയൊക്കെ കുടിച്ച് റൂമിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.